ബിജെപിക്ക് വേണ്ടി വാദിച്ചതിലെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഞാൻ വിമർശിച്ചത്. മുഖ്യമന്ത്രി ഇതിനെ പേരെടുത്ത് വിമർശിച്ചോന്ന മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്ന ആളാണ് അങ്ങ് ഞാൻ അറിഞ്ഞില്ല. സത്യം, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വിമർശനം ഉന്നയിക്കുകയുമില്ല. സംസ്ഥാന മുഖ്യമന്ത്രി ഒരു കൊലക്കേസ് വരുമ്പോ അതിലെ പ്രതികൾ ഇന്ന ആളുകളാണ് എന്ന് പറയണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വിമർശനം? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ അങ്ങനെ പറഞ്ഞോ? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ നിങ്ങളുടെ വാർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പൊ ഉള്ളിൽ കിടക്കുകയാണല്ലോ. എന്നിട്ട് പറയാണ് കോൺഗ്രസിന് ബന്ധമില്ലാതെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന് ഇനി മറുപടിയുമായിട്ട് ഞാൻ വരില്ല. അതുപോലെ തന്നെ കൊലയുടെ കണക്കിവിടെ പറഞ്ഞു 27 കൊല. 27 അല്ലെന്നേ, കേരളത്തിൽ 100 കണക്കിന് കൊല നടന്നിട്ടുണ്ട്. മാസവും വർഷവും വെച്ച് കണക്കെടുക്കണ്ട. ഈ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ 600-ലധികം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കൊന്നു തള്ളപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിയാണ് കൂടുതൽ പേരെ കൊന്നത്, കോൺഗ്രസ്. നിങ്ങളാണ് കൂടുതൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത്. നിങ്ങളാണ് പ്രതികളായി വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ക്ഷമിക്കണം, സമാധാനത്തെക്കുറിച്ച് ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. ബിജെപിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. എങ്ങനെ ധൈര്യം വരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഇവിടെ അഭിമന്യു കേസിലെ പ്രതിയെ പിടിച്ചില്ലാന്ന്. അഭിമന്യു കേസിൽ ആകെ 16 പ്രതികളാണുള്ളത്. കുറ്റപത്രം കൃത്യമായി സമർപ്പിച്ചു. 14 പേരെയും പിടിച്ചു. അതിലെ ഒരു പ്രതിയെയാണ് അവസാനം പിടികിട്ടുന്നില്ല എന്ന വിമർശനം ഉയർന്നു വന്നത്. ചില കൊലക്കേസ് പ്രതികളെയെല്ലാം സംരക്ഷിക്കാനും ഒളിപ്പിക്കാനും രാജ്യാന്തര സഹായമുള്ള കൊലയാളി കൂട്ടങ്ങൾക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് കൊലയാളി വിശുദ്ധനാവുമോ? അങ്ങനെയാണോ പറയുന്നത്? സുകുമാരക്കുറുപ്പിനെ നിങ്ങളുടെ കാലം മുതൽ പിടിച്ചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് നല്ല പ്രതിയായിട്ട് മാറുമോ? നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വാദിക്കുന്നത്? ആ പ്രതികളെ ഒറ്റപ്പെടുത്താനും അവരുടെ രാഷ്ട്രീയം തുറന്നു കാണിക്കാനും അല്ലേ നമുക്ക് സാധിക്കേണ്ടത്? പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യില്ല പോലും. പെരിയയിൽ കല്ലിയോട്ടോ ഒക്കെ നിങ്ങൾ ആക്രമിച്ച പാർട്ടി ഓഫീസുകൾ ഇപ്പോഴും അതുപോലെയുണ്ട്. നിങ്ങൾ അഗ്നിക്കിരയാക്കിയ വീടുകൾ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. ഞങ്ങൾ ആ സമ്പ്രദായത്തിനെതിരാണ്. വെഞ്ഞാറമൂട്ടിൽ ഈ സംഭവം ഉണ്ടായപ്പോ അടക്കി നിർത്താനാവാത്ത രോഷം കൊണ്ട് കേരളത്തിൽ ചിലയിടങ്ങളിൽ നിങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തള്ളി പറയുകയാണ് ചെയ്യുന്നത്. അത് നന്നായി എന്ന് പറയാനോ ന്യായീകരിക്കാനോ ഞാനില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, 50 ലക്ഷത്തിലധികം ചെറുപ്പക്കാർ അംഗങ്ങളായ ഡിവൈഎഫ്ഐ നിങ്ങളുടെ ഓഫീസുകൾ തകർക്കണമെന്ന് തീരുമാനിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പരമാവധി തടഞ്ഞു നിർത്തി. അപൂർവം ചിലയിടത്ത് എന്തെങ്കിലും ചില്ലറ നാശനഷ്ടമോ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പറയുന്നു, മുഴുവൻ ഞങ്ങൾ നന്നാക്കി തരാം. 2 ചെറുപ്പക്കാരുടെ ജീവൻ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങളുടെ ഓഫീസിന്റെ ചില്ലുമുട്ടി പോലും 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് കൊടിമരത്തിന്റെ കണക്ക് പറയാൻ വന്നിരിക്കുന്നോ? ഞങ്ങൾ മാറ്റിത്തരാമെന്ന്. ഞങ്ങൾ മുഴുവൻ പുതുക്കി പണിത് തരാം. നിങ്ങൾ ആ ചെറുപ്പക്കാരുടെ ജീവൻ കൊടുക്ക്. ആ കുടുംബത്തിന്റെ കണ്ണീര് തുടക്കെ. നിങ്ങൾ ചെയ്യോ? സാധിക്കുമോ? മനുഷ്യ സാധ്യമാണോ? എന്നിട്ട് കൊടിയുടെ പടിയുടെ കണക്ക് പറയാൻ വന്നിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ് പെരിയയിലും കല്ലിയോട്ടൊക്കെ പോയി നോക്ക്. പാർട്ടി ഓഫീസ് മാത്രമല്ല, പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ വീടുകൾ ഉൾപ്പെടെ എത്ര എണ്ണം ആക്രമിച്ചു. ഇതൊന്നും ഉണ്ടാകാതിരിക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ലത്രേ. അതാണ് സങ്കടം. ചോദിക്കണം, എന്താണ് തകർക്കാത്തത്? ഞങ്ങൾ ഒന്നും തകർക്കരുത് എന്ന നിലപാടുള്ളവരാണ്. എവിടെയെങ്കിലും നിയന്ത്രണ വിധേയമല്ലാതെ വല്ലതും സംഭവിച്ചു പോയാൽ അത് ഉടനടി അവസാനിപ്പിക്കാനും നിർത്താനും ഇടപെടുന്നവരാണ്. അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നവരല്ല. എല്ലാം അതേ നാണയത്തിൽ കൊടുക്കാതെ നിന്നാ വെഞ്ഞാറമൂട്ട് നിങ്ങളുടെ 2 ആള് വീടില്ലായിരുന്നോ? മനുഷ്യർ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്ക് തടയാൻ കഴിയും? സംസ്ഥാന സംവിധാനങ്ങൾക്ക് അതിന് സാധിക്കുമോ? തിരിച്ചടി ഉണ്ടാവരുത് എന്ന് വാശിയോടെ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞു. കൊലയ്ക്ക് പകരം കൊല, അങ്ങനെ ഒരു സമീപനമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. കൊലപാതകത്തെ തള്ളി പറയാൻ നിങ്ങൾക്ക് ആർജവം വരുന്നില്ല. ഈ ചർച്ചയിൽ ഇത്ര ഇരിക്കുമ്പോഴും ഈ ചർച്ച കാണുന്നവരെന്താ കരുതുക? ഈ ചർച്ചയിൽ ശരിക്കും കോൺഗ്രസും ഞാനും തമ്മിൽ തർക്കം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെച്ച വിഷയം തൃശ്ശൂരിലെ കൊലപാതകമല്ലേ? സനൂപിന്റെ കൊലപാതകമല്ലേ?